ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും നമ്മളിന്ന് മൈസൂർ പോകുന്നതാണ്. വി ആർ ഓൺ എ ട്രിപ്പ് മോഡ്. കുറേ നാളെ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു 10 ഡേയ്സ്ക്ക് ഹോളിഡേയ്സിൽ വന്ന് അപ്പോൾ ഒന്നും സമയമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും 2 ഡേയ്സ് ലിങ്കിൽ എടുക്കെങ്കിലും പോകാമെന്ന്. കാരണം നമുക്ക് എല്ലാവർക്കും ട്രിപ്പ് പോകുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ 2 ഡേയ്സ് പ്ലാൻ ചെയ്തു. പിന്നെ കൂർഗാവെന്ന് വിചാരിച്ചു. ദെൻ വി തോട്ട് എപ്പോഴും നമുക്ക് കൂർഗ് പോലുണ്ട്. എവറി ഇയർ വൺസ് ഓർ ട്വൈസ് നമുക്ക് കൂർഗ് പോകും. കാരണം അവിടെ മടിക്കേരിയിൽ നമ്മളൊരു കസിൻ ഉണ്ട്. പിന്നെ കൂർഗ് വേണ്ട, മൈസൂർ പോകാൻ തിരിച്ച്. കാരണം മൈസൂരിൽ ഇപ്പോൾ ചൂടല്ല, മഴ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പ് എന്ന് പറയുന്നിട്ട് ഇൻഷാല്ലാ ഞാൻ പറ്റുമെങ്കിലും ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി ഷോർട്ട് ട്രിപ്പ്. നിസ്കരിക്കാൻ എല്ലാവരും പോയിട്ട് നിസ്കരിച്ചാൽ ഇറങ്ങും. ഇപ്പോൾ ഓൾറെഡി ഒരു അറൗണ്ട് 1 night ടൈം. സോ ലെറ്റ്സ് ഗോ. സോ ഇന്നലെ ഉപ്പാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വി വേ സോ ബിസി, അവിടെ എവിടെയൊക്കെ പോയിട്ട് ബിസിയായി. അപ്പോൾ നമ്മൾ ഇന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ദിസ് ഇസ് ദ യമ്മിയസ്റ്റ് കേക്ക് ഫ്രം ദ ബേക്ക് ഹൗസ്. പറ്റുമെങ്കിൽ അവിടെ ടാഗ് ചെയ്യാം അവർ ഇൻസ്റ്റഗ്രാം പേജ്. ഷീ ഈസ് ആക്ച്വലി മൈ സിസ്റ്റർ. ഐ ഗ്യാരണ്ടി ഭയങ്കര ടേസ്റ്റാണ് അവരുടെ ഫ്ലേവർ. സോ യു ഓൾ മസ്റ്റ് ട്രൈ. ഡേയ്സായി നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പറ്റിയില്ല. സോ ഇന്ന് നമ്മൾ വേഗം ഇരുന്നിട്ട് കാറിൽ തന്നെ കട്ട് ചെയ്ത്. സോ നമ്മളിപ്പോൾ കാറിൽ കയറി. വി ബോട്ട് സം സ്നാക്സ് എടുത്തിട്ട്. കാരണം ഇത് ഇറ്റ്സ് എ ലോങ് ഡ്രൈവ്, അറൗണ്ട് ഒരു 5 hours ഉണ്ട്. മേ ബി നമ്മൾ മടിക്കേരിയിൽ സ്റ്റോപ്പ് ഇടും. വി ഡോണ്ട് നോ, മേ ബി സമയം കിട്ടിയെങ്കിൽ. ആൻഡ് സോ രാജാ സീറ്റ് ഉപ്പ ചെല്ലുന്നുണ്ട്. രാജാ സീറ്റ് നോക്കിയാൽ അപ്പോൾ രാജാ സീറ്റിൽ മേ ബി ഒരു സ്റ്റോപ്പ് ഇടും. സോ ലെറ്റ്സ് ഗോ. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു വഴിയിൽ. സോ വി വർ സോ ഹാപ്പി. മടിക്കേരി എത്തിയപാട് നല്ല വ്യൂവും ദ വെദർ വാസ് സോ ബ്യൂട്ടിഫുൾ. ആ പോകുന്ന വേ നിങ്ങൾക്ക് എല്ലാവർക്കും മടിക്കേരി എല്ലാവർക്കും അറിയായിരിക്കും. നല്ല ഫോഗി ആയിരുന്നു. പിന്നെ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മടിക്കേരി എത്തി. മടിക്കേരിയിൽ മഴയില്ല, നല്ല വെതർ, ലൈക്ക് ചൂടില്ല, കുറച്ച് തണുപ്പുണ്ട്. ആൻഡ് വി സ്റ്റോപ്ഡ് ബൈ ഉടുപ്പി ഗാർഡൻ. അപ്പോൾ ഉടുപ്പി റെസ്റ്റോറൻറ്റ് കുറിച്ചിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. ഇറ്റ്സ് എ വെരി ഫേമസ് റെസ്റ്റോറൻറ്റ്. നല്ല ക്വാളിറ്റി ഫുഡാണ് ഇവരുടെ. ആൻഡ് ഇവരുടെ മസാല ദോശ, വട, സാമ്പാർ ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ആൻഡ് ഇന്ന് എനിക്ക് അതൊന്നും കഴിക്കാൻ മൂഡുണ്ടായിട്ട് അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തത് നൂഡിൽസ്. പിന്നെ എൻ്റെ സിസ്റ്റർ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ്. അപ്പോൾ നമ്മൾ ചൈനീസ് ഫുഡ് കഴിച്ച്. ബട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ചൈനീസ് ഫുഡ്. പക്ഷേ ഇത് വെജ് ആയതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ദ ഫുഡ് വാസ് നൈസ്. അതൊന്നുമല്ല, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റിൽ ചായ കുടിച്ചിട്ടുണ്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഫേവറേറ്റ് ആണ് ഇവരുടെ ചായ. ലൈക്ക് ഇങ്ങനത്തെ വെജ് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഈ ടൈപ്പ് ചായ, ഈ ഇങ്ങനെ ലോട്ടിൽ വരുന്ന ചായ, ഇത് കുടിക്കാൻ എന്തോ ഒരു ഈ ചായക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റും ഉണ്ട്. പിന്നെ ഇത് ഈ ഒരു രീതിയിൽ ഇത് കുടിക്കാൻ a different vibe. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ ദിസ് ചായ മെയ്ഡ് മൈ ഡേ. പിന്നെ അവിടെ നമ്മൾ നേരെ പുറത്ത് വന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. നല്ല വ്യൂ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരെ രാജസീറ്റ് പാർക്കിൽ പോയി. മടിക്കേരി വന്നാൽ എപ്പോഴും വരുന്നൊരു സ്ഥലമാണ് ഈ രാജസീറ്റ് പാർക്ക്. ഇവിടെ വാട്ടർ ഡാൻസ് ഉണ്ട്, പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടുകൊണ്ട് നല്ലൊരു വൈബ് ആക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇവിടെ വരും. ഈ പാർക്ക് നൈറ്റ് വരെ ഓപ്പൺ ഉണ്ട്. ആൻഡ് ഇവിടെ എൻട്രി ഫീസ് വരുന്നുണ്ട് അറൗണ്ട് 30-40 rupees. വി ആർ ഇൻ മടിക്കേരി രാജസീറ്റ് എന്ന് വെച്ചാൽ ഇതാണ്. ദിസ് ഇസ് രാജസീറ്റ്. സോ ഇറ്റ് ഈസ് കോൾഡ് രാജസീറ്റ് ബിക്കോസ് ഇവിടുത്തെ മടിക്കേരിൻ്റെ രാജാവ് ഒരു ടൈമിൽ ഇരുന്നുണ്ടായിരുന്ന സ്ഥലമാണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് രാജസീറ്റ്. ഇതൊരു ചെറിയ ഇൻഫർമേഷനാണ്. ഇഫ് യു ഗൈസ് ഡോണ്ട് നോ, ദിസ് ഇസ് എ ലിറ്റിൽ സ്മോൾ ഇൻഫർമേഷൻ ഫ്രം മൈ സൈഡ്. അപ്പോൾ നൗ ഇറ്റ് ഹാസ് ബിക്കം ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഇവിടെ നിന്ന് താഴേക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഐ വിൽ ബി ഷോയിങ് ദാറ്റ് ഓൾസോ. സ്റ്റേ ട്യൂൺ. ഈ ഒരു വ്യൂ പോയിന്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഭയങ്കര ക്രൗഡഡ് ആണ്. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ ക്രൗഡഡ് പ്ലേസ് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ നല്ല നമുക്ക് മാത്രമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റണം. പക്ഷേ ഇവിടെ ഒരു ഇരിക്കാൻ പോലും നമുക്കൊരു പ്രൈവസി ഇല്ല. ഫുള്ളായിട്ട് ക്രൗഡഡ് ആണ്. പിന്നെ ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ഭയങ്കര നിങ്ങൾക്ക് പീലിന് കാണാം കുറേ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും. അപ്പോൾ ആ ഒരു ഇതേ ഉള്ളൂ. ബട്ട് അല്ലാത്ത ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ദുബായിൻ്റെ ഫൗണ്ടനൊക്കെ കണ്ടിട്ട് ഈ ഫൗണ്ടനൊന്നുമല്ല. ബട്ട് ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ പറ്റും. പിന്നെ ആ വെള്ളമെല്ലാം നമ്മളെ മുകളിലോട്ട് തെറിക്കുന്നുണ്ടായിന്.
അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല, നമ്മളിപ്പോൾ തന്നെ മൈസൂരിലേക്ക് വിടും. ഇവിടുന്ന് ഒരു 3 hours ഡ്രൈവാണ് മൈസൂരിലേക്ക്. അപ്പോൾ നമ്മൾ ഒരു 7:30 ഒക്കെ ആകുമ്പോൾ ഇവിടുന്ന് വിട്ടു. എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിന്. പിന്നെ നമ്മൾ മൈസൂർ എത്തിയിട്ട് കസിൻ്റെ റെസ്റ്റോറൻറ്റിൽ തന്നെ മറ്റേ ചട്പട്ടിയൊക്കെ തിന്നാന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും സഹിച്ചിട്ട് നിന്ന് ഫൈനലി നമ്മൾ മൈസൂർ എത്തി. മൈസൂരിൽ നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഹോട്ടൽ ആർക്കി ഇൻ്റർനാഷണൽ ആണ്. ഇത് നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം ദിസ് ഇസ് ജസ്റ്റ് റൈറ്റ് ഓപ്പോസിറ്റ് ടു ഹോട്ടൽ അറഫ. ഹോട്ടൽ അറഫ എൻ്റെ കസിൻ്റെ റെസ്റ്റോറൻറ്റാണ്. അവിടെ നിങ്ങൾക്ക് നല്ല സ്പെഷ്യലായിട്ടുള്ള ബീഫ് ചട്പട്ടി കിട്ടും. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഞാൻ എപ്പോഴും മൈസൂർ വരും ഐ വിൽ ബി ക്രേവിങ് ഫോർ ചട്പട്ടി. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യൂഷ്വലി നമ്മളെപ്പോഴും മൈസൂർ വരുമ്പോൾ എപ്പോഴും സ്റ്റേ ചെയ്യുന്ന ഇതേ ഹോട്ടലാണ്. കാരണം ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ പോകാനും കൺവീനിയൻ്റ് ആയിരിക്കും. പിന്നെ ഇത് എല്ലായിടത്തും എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിനും അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ടായിന് എല്ലാവരും എന്നെ തന്നെ നോക്കി നോക്കി ചിരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ അവരൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം ഇനിയിപ്പോൾ മൈൻഡ് ചെയ്താൽ എൻ്റെ വീഡിയോ എടുക്കൽ പണിയൊന്നും നടക്കില്ല. സോ ഞാൻ കണ്ടിന്യൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ചട്പട്ടി എന്താണെന്ന് അറിയാലോ അല്ലേ? അത് ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കസിൻ്റെ റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ അറഫ. ഇറ്റ്സ് എ വെരി ഫേമസ് റെസ്റ്റോറൻറ്റ് ഇൻ മൈസൂർ. വലിയ സ്റ്റാർ റെസ്റ്റോറൻറ്റ് ഒന്നും അല്ല, ബട്ട് ഇറ്റ്സ് എ വെരി ലോക്കൽ നോർമൽ റെസ്റ്റോറൻറ്റ്. ആൻഡ് ഇവിടുത്തെ ചട്പട്ടി ഈസ് വെരി ഫേമസ്. ഇറ്റ്സ് എ ബീഫ് ഡിഷ്. ഞാനത് കറക്റ്റായിട്ട് കാണിച്ചു തരാം എന്താണ്. സോ ദിസ് ഈസ് മൈ കസിൻ. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ അറൗണ്ട് ഒരു 11-11:30 ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ മുമ്പേ വിളിച്ച് പറഞ്ഞായിരുന്നു ലേറ്റ് ആവും ഫുഡൊക്കെ കുറച്ച് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് ചട്പട്ടിയൊക്കെ എടുത്ത് വെച്ചായിരുന്നു. സോ ദിസ് ഈസ് ചട്പട്ടി. ഇത് കഴിക്കാനാണ് ആൾക്കാർ എവിടെ നിന്നല്ലോ ഇവിടേക്ക് വരുന്നത്. എൻ്റെ ഫേവറേറ്റ് ഡിഷാണ് ഇവിടുത്തെ. നിങ്ങൾ എപ്പോഴേലും മൈസൂർ വരണമെങ്കിൽ യു ഷുഡ് മസ്റ്റ് ട്രൈ ദിസ് ഡിഷ്. അപ്പോൾ നല്ലപോലെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിൽ പോയി. കാരണം ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ നമ്മൾ നാളെ ഒരു ദിവസം കൂടി മൈസൂർ ഉണ്ടാവും. പിന്നെ നാളെ നൈറ്റ് അല്ലെങ്കിൽ മറ്റന്നാൾ മോർണിംഗ് തന്നെ നമ്മൾ നാട്ടിലേക്ക് വിടും. കാരണം അത്ര ഡേയ്സേ ഉള്ളൂ. ഒരു 2 days കൂടി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ദുബായ് പോവും. സോ ഇതാണ് നമ്മൾ റൂം. ജസ്റ്റ് ഒരു 1 night മാത്രമേ ഉള്ളൂ. കാരണം മോസ്റ്റ്ലി നമ്മൾ നാളെ മോർണിംഗ് തന്നെ ചെക്ക് ഔട്ട് ചെയ്യും. സോ അത്യാവശ്യം നല്ലൊരു റൂം തന്നെ ആയിരുന്നു. ബെഡ് കണ്ട ഉടനെ എല്ലാവരും അവിടെ തന്നെ വീണ് കിടന്നുറങ്ങി. സോ നാളെ കാണാം. So today is day 2. We are in Mysore. ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്യാതാണ് മടിക്കേരി പോയത്. Then we had some good time there. പിന്നെ നമ്മൾ അവിടെ നിന്ന് വിട്ട് കണ്ടിന്യൂസ് ഡ്രൈവ് ആകുമ്പോൾ എല്ലാവർക്കും മടുക്കും. ദാറ്റ്സ് വൈ വി വെന്റ് മടിക്കേരി. and അവിടെ നിന്ന് നമ്മളൊരു 8 o'clock ആകുമ്പോൾ വിട്ടു. മീൻസ് ലേറ്റ് ആയിരുന്നു ഇവിടെ എത്തുമ്പോൾ, നല്ല നൈറ്റ് ആയി. പിന്നെ നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്ത്. അപ്പോൾ ഇന്ന് 12 ഓൾറെഡി ടൈം ഉണ്ട്. അപ്പോൾ ഞാൻ ബാഗെല്ലാം വെച്ചിട്ടാണ് ഇന്ന് ഇറങ്ങുന്നത്. ടുഡേ ലെറ്റ്സ് എക്സ്പ്ലോർ മൈസൂർ. മൈസൂർ നമ്മൾ ഫസ്റ്റ് ടൈം അല്ല വരുന്നത്. വി ഹാഡ് ബീൻ ഹിയർ. നമ്മൾ കുറേ വട്ടം ഇവിടെ വന്നിട്ടുണ്ട് മൈസൂർ, കുറേ വട്ടം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇന്നും കൂടി ഒന്നും കാണാൻ വിചാരിച്ചു. ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് ജസ്റ്റ് വന്നിട്ട് എല്ലാവരും കണ്ടിട്ട് പോയത്. സോ ടുഡേ വിൽ ഗോ, മേ ബി വിൽ എക്സ്പ്ലോർ ദ മൈസൂർ പാലസ്. ഐ ഡോണ്ട് നോ എന്തൊക്കെ ഉണ്ടെന്നായാലും ഞാനെല്ലാം വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് എക്സ്പ്ലോർ മൈസൂർ. നമ്മളെല്ലാവരും ഇറങ്ങി. Come, do you want to say something to my subscribers? Hello to Aditi's channel. Hi. Hi. Everyone subscribe to Aditi. Yes, thank you. Okay, let's go. So നമ്മളെല്ലാം റെഡിയായി. നമ്മൾ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യുന്നു. ഉമ്മ സേ ഹായ്. സോ നമ്മൾ ഇന്ന് നൈറ്റ് തന്നെ നാട്ടിലേക്ക് വിടാമെന്ന് പ്ലാൻ ചെയ്തു. സോ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. നമ്മളെ പ്ലാൻ അനുസരിച്ചിട്ട് നമ്മൾ നേരെ മൈസൂർ പാലസ് ആയിരുന്നു പോകേണ്ടത്. പക്ഷെ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഈ ഒരു ചേർച്ച് കണ്ട് ഇറ്റ്സ് വെരി പ്രിറ്റി, നല്ലൊരു ചേർച്ചായിരുന്നു. അതുകൊണ്ട് നമ്മൾ അകത്തോട്ടെടുത്ത്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ചേർച്ച് വിസിറ്റ് ചെയ്യുന്നത്. സെയിൻറ്റ് ഫിലോമിന കാത്തഡ്രൽ ആയിരുന്നു ഈ ചേർച്ചിൻ്റെ പേര്. ഇവിടെ എത്തിയിട്ടാണ് അറിഞ്ഞത്. കുറേ ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണെന്ന് തോന്നുന്നു. കാരണം ഇത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഒരു ചേർച്ചാണ്. കുറേ നല്ല ഫോട്ടോസ് എടുത്തു. കുറേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്ത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത് ബിക്കോസ് ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം വിസിറ്റിംഗ്. ചെരുപ്പൊന്നും അകത്ത് അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ ചെരുപ്പൊക്കെ പുറത്ത് കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലെത്തിയിട്ടാണ് നമുക്ക് മനസ്സിലായത് ഫോട്ടോഷൂട്ട്, വീഡിയോ ഷൂട്ട് ഒന്നും അലൗഡ് അല്ലായിരുന്നു. ക്യാമറ തന്നെ അവിടെ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആയിരുന്നു.
അപ്പോൾ ഇത് പുറത്തേക്കുള്ള എക്സിറ്റ് വേ ആണ്. ഇവിടെ അവരൊന്നും പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കുറേ ആളൊക്കെ നിന്നിട്ട് ഗ്ലാസ് വിൻഡോയിലൂടെ പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ജസ്റ്റ് അതൊന്ന് കണ്ടു വിട്ടു. ഈ ചേർച്ചിന് എത്ര നോക്കിയാലും മടുപ്പാവില്ല, അത്രയ്ക്കും ബ്യൂട്ടി ആയിരുന്നു. ഞാൻ പോകുന്നവരേക്കും ഈ ചേർച്ചിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്തുകൊണ്ടായിരുന്നു. Do you like the place? We are not supposed to wear sandals inside. I mean any footwears. അപ്പോൾ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നതിന് ഇതില്ല, ചാർജ് ഇല്ല. ബട്ട് നമ്മൾ ബാഗിലിട്ടിട്ടാണ് കൊടുത്തത്. അപ്പോൾ ബാഗിന് ചാർജ് ഉണ്ട്. പെർ ബാഗ് 10 dirham. I mean 10 rupees. അപ്പോൾ നമ്മൾ 2 ബാഗ് എടുത്തിട്ട് വാസ് 20 rupees. പക്ഷെ നമ്മൾ ഇങ്ങനെ ബാഗ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ചെരുപ്പിട്ടിട്ട് ഇവിടുന്ന് വിടും. ഇറ്റ് വാസ് നൈസ്. ജസ്റ്റ് ഒരു നോർമൽ ഒരു ചേർച്ചായിരുന്നു. ആക്ച്വലി വാസ് നോട്ട് അലൗഡ് ടു ടേക്ക് വീഡിയോസ്. പക്ഷെ ഞങ്ങൾക്ക് അത് അറിയുന്നതിന് മുമ്പ് ഞാൻ ഓൾറെഡി വീഡിയോ കുറച്ച് എടുത്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെടുത്തെടുത്ത വെതർ. ഇറ്റ്സ് സോ നൈസ്. ലൈക്ക് ഇതുണ്ട്, സൺലൈറ്റ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ദർ ഈസ് എ മൈൽഡ് കോൾഡ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. This church is so pretty. ഇവിടെയാണ് നമ്മൾ ഫുഡ് വേസ്റ്റ് ഡ്രോപ്പ് ചെയ്തത്, ബാഗേജ് കൗണ്ടർ. സോ വിൽ ബി കളക്ടിങ് ദ ബാഗേജ് നൗ. Mysore Dasara exhibition. What? എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടാവോ. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് പോകുമ്പോൾ. അപ്പോൾ എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആണ്. എൻ്റെ ഇപ്പോൾ നീസനെ പറയുന്നത് ആരീതി ഇതിൻ്റെ വീഡിയോ എടുക്കുക, ആരീതി ഇങ്ങനെ എല്ലാവരും ഉപ്പ ഉമ്മ ദീദി എല്ലാവരും ഓരോന്ന് ഇങ്ങനെ അട്രാക്റ്റീവ് പ്ലേസ് കാണുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതിന്. ഫൈനലി വി ആർ ഹിയർ ഇൻ ഫ്രണ്ട് അല്ല, ഞാൻ ബാക്ക് സൈഡിലാണല്ലോ മൈസൂർ പാലസിൻ്റെ. ഇതിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല, ബട്ട് വിൽ ട്രൈ. സോ എല്ലാവരും അവിടെ കണ്ണട എടുക്കുന്നുണ്ട്. എല്ലാവരും കണ്ണട വെച്ചിട്ടാണ് വെറുതെ ഫോട്ടോസ്ക്ക് നല്ല രസമുണ്ടാവും. സോ ദി ഓൾ ആർ ബൈയിങ് ഷേഡ്സ്. ഞാൻ ഓൾറെഡി ദുബായിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്നുണ്ടല്ലോ എന്ത് വാങ്ങുന്നതിന് നമുക്കൊരു വിഷമം തോന്നില്ല, കാരണം വെരി ചീപ്പാണ് എല്ലാം വരുന്നത്. ഈ ഷെയ്ഡ്സിനൊക്കെ എല്ലാവരും കൊടുത്തത് 130 120 ആ ഒരു റേഞ്ചിൽ. അപ്പോൾ ഞാൻ തപ്പി നടന്നത് ഇവിടുത്തെ സൊവനീർ റാണി മൈസൂർ പാലസിനെ ഞാൻ കുറേ ആളടുത്ത് കണ്ടിന്. അപ്പോൾ എനിക്ക് ഫൈനലി ഇയാളടുത്ത് നിന്ന് കിട്ടി. എനിക്കിപ്പോൾ ഒരു ഹാബിറ്റ് ഉണ്ട്, എവിടെ കൺട്രി പോയാലും എവിടെ ട്രിപ്പ് പോയാലും ഞാൻ അവിടുത്തെ സൊവനീർ വാങ്ങിയിട്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. സോ അങ്ങനെ എനിക്ക് ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് കിട്ടി. ഇത് ഞാൻ ഇൻഷാല്ലാ ദുബായിൻ്റെ പുറക്ക് വെക്കുന്നതായിരിക്കും. നമ്മൾ കയറിയ ഉടനെ 2 സൈഡിലുമായിട്ട് ഫുള്ള് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് നമ്മളൊരു ഇതിൻ്റെ മുമ്പിലായിട്ട് ഒരു ഫോട്ടോ എടുത്തുതരും. ആൻഡ് ഇറ്റ് ചാർജസ് ഓൺലി 100 or 150 അങ്ങനെ എന്തോ ചാർജ് വരുന്നത്, 100 or 200. ഇറ്റ്സ് റിയലി വർത്ത്, കാരണം നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോ ആണ് അവരെടുത്ത് തരുന്നത്. അതിങ്ങനെ അവരൊരു കവറിലിട്ട് നമുക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മെമ്മറി ആയിട്ട് എന്തെങ്കിലും വെക്കാനൊരു ഫോട്ടോ വരണമെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി അപ്രോച്ച് ദെം. കാരണം നല്ലൊരു ഫോട്ടോഗ്രാഫി ഇൻസ്റ്റൻ്റ് ആയിട്ട് അവർ നമുക്ക് എടുത്തു തരും. പോകുന്ന സ്ഥലമല്ല നല്ല ബ്യൂട്ടിഫുൾ ആണെങ്കിലും നമുക്ക് എവിടെയും മൊത്തത്തിൽ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇറ്റ്സ് വെരി മച്ച് ക്രൗഡഡ്. മടിക്കേരിയിൽ നമുക്ക് ഇതന്നെ അവസ്ഥ ഉണ്ടായിരുന്നു. ഇവിടെയും അതന്നെ ഭയങ്കര ക്രൗഡഡ് ആയിട്ട് നമുക്കൊരു ഫ്രീ ആയിട്ട് നടക്കാൻ പോലും സ്ഥലമില്ല, അത്രയ്ക്കും ക്രൗഡഡ് ആയിരുന്നു. എത്ര ക്രൗഡ് ഉണ്ടായെങ്കിലും നമ്മളെ ചെരുപ്പിട്ടകത്തേക്ക് പോകാൻ വിടില്ല, പുറത്ത് അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ ഫുഡ് വെയർ ഒക്കെ അയച്ചിട്ട് ബാഗിലിട്ടിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. പുറത്ത് നല്ല വെതർ ആയെങ്കിലും ഉള്ളിൽ ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്, അതിന് കാരണം ഫുള്ളി ക്രൗഡഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ജാക്കറ്റൊക്കെ ഊരിയെടുത്ത്. മൈസൂർ പാലസ് നമ്മൾ ഫസ്റ്റ് ടൈം ഒന്നും അല്ല വരുന്നത്, കുറേ പ്രാവശ്യം മുമ്പ് വന്നിട്ടുണ്ട്. ബട്ട് ഈച്ച് ടൈം ഐ ഫെൽറ്റ് ഇറ്റ് സോ അട്രാക്റ്റീവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പണ്ടത്തെ കാര്യം അറിയാനും അവരുടെ ലൈഫ് സ്റ്റൈൽ, കിങ് ക്വീൻ, ഇതൊക്കെ ഞാൻ ചിലപ്പോൾ വിചാരിച്ചും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട്. അപ്പോൾ എൻ്റെ ജീജു ഈ ആർട്സിനൊന്നും വിശ്വസിച്ചിട്ട്, ജീജു പറയുന്ന എല്ലാ മൊത്തം ആർട്സ് ട്രൂ ഒന്നുമല്ല, കുറേയൊക്കെ അവരിപ്പോൾ വരച്ച് വെച്ചതായിരിക്കും, കാരണം ഫുള്ള് കളർഫുള്ളായിട്ട് നല്ല പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഇയേഴ്സ് കഴിഞ്ഞിട്ട് അത്രയും കളർഫുൾ ആവാൻ ഒരു ചാൻസ് ഇല്ല എന്നാണ് ജീജു പറയുന്നത്. അപ്പോൾ എനിക്കറിയില്ല, ഞാനിതൊക്കെ നല്ല ഇൻട്രസ്റ്റോടെ എല്ലാം വിശ്വസിച്ചിട്ടാണ് പോയത്. അപ്പോൾ ജീജു ഇങ്ങനെ കൗണ്ടർ അടിച്ചുകൊണ്ടാണ് നമ്മൾ ബാക്കിലിരുന്നിട്ട്.
സോ നമ്മളെല്ലാം കണ്ട് ഇത് ക്വീൻ ഡാൻസ് കളിച്ചുകൊണ്ടായ സ്ഥലമാണ്. ഐ ഫെൽറ്റ് ഇറ്റ് സോ നൈസ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ആ പണ്ടത്തെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ വിചാരിക്കും ഇതാരെങ്കിലും എനിക്കിങ്ങനെ പണ്ടത്തെ ഒരു ഫിലിം പോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ സോ നൈസ്. കുറേ മൂവി ഉണ്ട്, എന്നാലും ഈ ഒരു നമുക്ക് റിയൽ ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നും. പിന്നെ ഇതാണ് ആ ക്വീന് പോയിക്കൊണ്ടാണ് അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അതിന് കുറേ അതിൻ്റെ താഴെ തന്നെ എല്ലാത്തിൻ്റെയും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെന്ത് അതേപോലത്തെ മീൻസ് അതിൻ്റെ കുറിച്ചിട്ട്. അപ്പോൾ കുറേ വാക്സും കണ്ട്, കിങ്ങിൻ്റെ കുറേ വാക്സ്, പിന്നെ അങ്ങനെ ഓരോന്ന് കണ്ട്. ഇറ്റ് വാസ് നൈസ്. വൺ ടൈം എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ബട്ട് ഇറ്റ് വാസ് സോ ക്രൗഡ് ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് നേരെ ഇങ്ങനെ ലൈനിൽ കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വി ഓൾവേസ് സോ ഹംഗ്രി. നമ്മൾ അവിടെ അടുത്തുള്ളൊരു ഹോട്ടൽ മഹാരാജാസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. ഇറ്റ് വാസ് ഇന്ത്യൻ കേരള റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മളവിടെ പോയി. ഈ മൊത്തം ട്രിപ്പിൽ ഞാൻ എല്ലായിടത്തും കഴിച്ചത് ചൈനീസ് ഫുഡാണ്. ഇവിടെ ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസാണ്. സോ ഫ്രൈഡ് റൈസ് വാസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ഇൻ ദ ബിഗിനിങ്. പിന്നെ ഞങ്ങൾക്ക് പാതിയായപ്പോൾ ഒരു മുടി കിട്ടി. ഐ ഫെൽ സോ വിയേർഡ്. എനിക്ക് ഭയങ്കര ചൊടി വന്ന് ഞാൻ നല്ല വിശന്നിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ എനിക്ക് മൊത്തം ഫുള്ള് കഴിക്കാനും പറ്റില്ല, മൂടും പോയി, വേറൊന്നും കഴിക്കാനും തോന്നിയിട്ട. സോ പിന്നെ ഞാനൊന്നും കഴിച്ചില്ല, അങ്ങനെ തന്നെ വിട്ടു. ആൻഡ് ദ സാഡസ്റ്റ് തിങ് ഈസ് അവരത് വാങ്ങിയിട്ട് അതിന് റീഫണ്ട് ചെയ്തില്ല, റീപ്ലേസ് ചെയ്തില്ല, അതിനുള്ള ഫുൾ പ്രൈസും എടുത്തിട്ടുണ്ട്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ത് ഇവരുടെയൊക്കെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു സോറി പോലും അവർ ചോദിച്ചിട്ടാണ്. സോ ബാഡ്. ഇന്ത്യൻ്റെ അവസ്ഥ ഇത്രയൊക്കെ ഒത്തിന്. പിന്നെ നമ്മൾ കുറേ ഒന്നും ഉണ്ടാകുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ട്രിപ്പിലുള്ള വെറുതെ ട്രിപ്പിന് മോശമാക്കണ്ടെന്ന് വിചാരിച്ചു. ആൻഡ് ദെൻ ഞാൻ ഉപ്പാനോട് പറഞ്ഞു എനിക്ക് വാഫിൾസ് കഴിക്കണമെന്ന്, കാരണം എൻ്റെ വിശപ്പ് മൊത്തം പോയിട്ടാണ്. സോ ഞാൻ പറഞ്ഞു എനിക്ക് വാഫിൾസ് കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ വാഫിൾസ് ഉള്ളത് ഒരു മോളിലാണ് കാണിക്കുന്നുണ്ട് അതിനെ. സോ ഐ തോട്ട്, ഞാൻ ഉപ്പാനോട് പറഞ്ഞു നമ്മൾ മോളിൽ പോകാം, എനിക്ക് വാഫിൾസും കഴിക്കാം, പിന്നെ മോൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയ പോലെ. ഏത് മോളെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഈ മോളിലാണ് നമ്മൾ പോയത്. സോ നമ്മൾ മോളിലെത്തിയിട്ട് ഞാൻ ആശ ആബി നമ്മൾ നേരെ വാഫിൾസിൻ്റെ അങ്ങോട്ട് പോയി. ഉപ്പ ഉമ്മ ഇങ്ങനെ ജസ്റ്റ് സ്റ്റോറെല്ലാം കറങ്ങി നടക്കാനായിട്ട് പോയി. ആൻഡ് ദീദി ജീജു ഫൈം ആൻഡ് ഹുദാനെ മുകളിലെടുത്തുകൊണ്ട് പോയി. അവിടെ പ്ലേ ഏരിയ ഉണ്ട്, അപ്പോൾ അവർക്ക് കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഓർ അങ്ങനെ പോയി. ചെറിയൊരു മോൾ, വലിയ മോളൊന്നുമല്ല, ഒരു അത്യാവശ്യം ഒരു മീഡിയം മോൾ. ഇന്ത്യൻ്റെ മോള് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മീഡിയം മോള്. എനിക്ക് പിന്നെ മോളിൽ വെറുതെ കറങ്ങുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാനെല്ലാം പ്രൈസ് കമ്പയർ ചെയ്തുകൊണ്ട് അതിന് ദുബായിലും ഇവിടെയും ഓരോരോ ബ്രാൻഡിന് എത്ര പ്രൈസ് ഡിഫറൻസ് വരുന്നൊക്കെ ഞാൻ കമ്പയർ ചെയ്തുകൊണ്ട് നടന്ന്. പിന്നെ വലിയ പ്രൈസ് ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയ ഇങ്ങനെ ഒരു 5-6 റുപ്പീസ് അങ്ങനെ അപ്പുറം അത്രേ ഉള്ളൂ. ഓൾമോസ്റ്റ് പ്രൈസൊക്കെ സെയിം ആയിരുന്നു. പിന്നെ ദുബായിൽ എനിക്ക് ഫീൽ ചെയ്തത് കുറേ ഓഫേഴ്സൊക്കെ വരും. ഇവിടെ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. ഇനി മേ ബി സ്പെഷ്യൽ എന്തെങ്കിലും സീസൺസിൽ ഓഫർ വരുന്നോന്നറിയില്ല. സോ ഇതായിരുന്നു ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ബെൽജിയൻ വാഫിൾ കോ എന്ന് പറയുന്ന ഒരു കഫേയിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് ജസ്റ്റ് ഓക്കെ. ഞാൻ പിന്നെ അത്രയും നേരം ക്രേവ് ചെയ്തുകൊണ്ട് ഇറ്റ് വാസ് ജസ്റ്റ് ഓക്കെ. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടാ. പിന്നെ ഞാൻ ക്രേവ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചതേ ഉള്ളൂ. സോ നമ്മൾ അടുത്ത പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചായ തപ്പി നടന്ന് അടുത്ത എവിടെയെങ്കിലും നല്ല ചായ കിട്ടുമെന്ന് ദീദി വന്നിട്ടാ. കാരണം ഫൈം ആൻഡ് ഹുദ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ദീദി ഓരോന്ന് വെച്ചിട്ടുണ്ടായിന്. അപ്പം ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ചായ തപ്പി നടന്ന് അങ്ങനെ ഗൂഗിളിൽ നമുക്ക് മുംബൈ ചായ അടുത്തുള്ളതായിട്ട് കാണിച്ചു. സോ വി തോട്ട് വിൽ ട്രൈ മുംബൈ ചായ. പറയുന്ന പോലെ തന്നെ ചെറിയൊരു കപ്പിലാണ് ഈ മുംബൈ ചായ വരുന്നത്. ആൻഡ് ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. നല്ലൊരു ചായ ആയിരുന്നു. ആൻഡ് ഇതിൻ്റെ ഒന്നിച്ച് നമ്മളൊരു കുക്കിയും വാങ്ങി. ആൻഡ് കുക്കി ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഒരു ഗ്ലാസ് അല്ല, അതൊരു ചെറിയ ഗ്ലാസ്സിൽ വരുന്നുണ്ട്. നമ്മൾ 2 ഗ്ലാസ്സാണ് എല്ലാവരും കുടിച്ചത്. സോ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് മുംബൈ ചായ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചായ. ഫൈം ആൻഡ് ഹുദാക്ക് നല്ല ആസുണ്ടായിന് ഹോർസ് റൈഡ് ചെയ്യണമെന്ന്. ഫൈം ആൻഡ് ഹുദ മാത്രമല്ല എനിക്കും നല്ല ഒരിതുണ്ടായിന് ഹോർസ് റൈഡ് ചെയ്യാമെന്ന്. പക്ഷേ അവർ പറഞ്ഞത് ഹോർസ് റൈഡ് മൈസൂർ പാലസിൻ്റെ അവിടെ മാത്രമെന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറേ തപ്പി നടന്നു, നമുക്ക് എവിടെയും കിട്ടിയില്ല. നമ്മൾ ഗൂഗിളിൽ കുറേ അറൗണ്ട് ഒരു ½ ആൻ അവർ നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് പോയി വേസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇതിലോ റോങ് പ്ലേസിലേക്കാണ് ഗൂഗിൾ നമ്മൾ എടുത്തുകൊണ്ട് പോയത് ഹോർസ് റൈഡ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഫൈനലി നമ്മൾ ഹോർസ് കാട്ടിൽ തന്നെ ഇരുന്ന്. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. എല്ലാവരും ഒന്നിച്ച് ഹോർസ് കാട്ടിൽ അവർ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ നല്ല എൻജോയ് ചെയ്ത് നമ്മൾ പോയി. ഒരു 5-10 മിനിറ്റ്സ് റൈഡ് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് അതിന് അവർ പ്രൈസ് പറഞ്ഞത് ഐ തിങ്ക് 800 എന്തോ പറഞ്ഞ്. സോ ഹോർസ് കാട്ടിംഗ് ഒക്കെ ചെയ്ത്
അത്യാവശ്യം നമ്മൾ മൈസൂരെല്ലാം എക്സ്പ്ലോർ ചെയ്ത് പിന്നെ നമ്മൾ ഒരു വൃന്ദാവനം കൂടി ബാക്കിയുണ്ട്, വൃന്ദാവൻ ഗാർഡൻ. അപ്പോൾ അവിടെ ഫൗണ്ടെയിൻ ഷോ അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി മടിക്കേരിയിൽ ഒരു ഗാർഡനിൽ പോയോണ്ട് നമുക്കൊരു മൂഡ് ഉണ്ടായിട്ടാ. സോ നമ്മൾ വിചാരിച്ച് ഇപ്പം തന്നെ നാട്ടിലേക്ക് വിടാമെന്ന്. അങ്ങനെ നമ്മൾ ഒരു അറൗണ്ട് 7 ഒക്കെ ആകുമ്പോൾ അവിടുന്ന് വിട്ട് കൂർഗ് എത്തിയിട്ട് നമ്മൾ കൂർഗിലൊരു സ്റ്റോപ്പ് ഇട്ടു, കാരണം നമുക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റോർ ഉണ്ടായിന്. ഇവിടെ നല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, ഹണി, പിന്നെ മടിക്കേരി സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ നമ്മൾ കുറച്ച് അവിടെ നിന്ന് ഒരു ഷോപ്പ് ചെയ്ത് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, നട്ട്സൊക്കെ വാങ്ങി. കൂർഗ് എത്തിയിട്ട് നല്ലൊരു തണുപ്പ് വെതറായിരുന്നു. സോ നമ്മൾ പുറത്ത് തന്നെ ഇരുന്നു റെസ്റ്റോറൻറ്റിൽ. ആൻഡ് 5 minutes കഴിഞ്ഞ പാടന്നെ ഇറ്റ് വാസ് ഹെവിലി റെയിനിങ്. നമുക്ക് പുറത്തിരിക്കാനേ പറ്റില്ല. ഇവിടെ നമ്മൾ കഴിച്ചത് അറബിക് ഫുഡാണ്. അൽഫാം ചിക്കൻ, കുബൂസ്, പൊറോട്ട അതൊക്കെ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. നല്ലൊരു ഡിന്നറായിരുന്നു. ആൻഡ് അവിടെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ വിട്ടിന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ബട്ടർ ഫ്രൂട്ട് ഓർ അവക്കാഡോ നല്ല പ്രൈസിനാണ് നമുക്ക് മടിക്കേരിയിൽ നിന്ന് കിട്ടുന്നത്. ഇറ്റ്സ് വെരി ചീപ്പ്. അപ്പോൾ നമ്മൾ എപ്പോൾ വന്നാലും ഇവിടെ നിന്ന് അത് വാങ്ങും. സോ ദിസ് ടൈം നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് കസിൻ ഉണ്ട് നമ്മളെ സുല്യാൽ. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് കളക്ട് ചെയ്തിട്ടാണ് പോയത്. ആൻഡ് വി വർ സോ ലേറ്റ്. നമ്മൾ എത്തുമ്പോൾ തന്നെ അറൗണ്ട് ഒരു 1 ഒക്കെ ആയിന്. ആൻഡ് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇറ്റ് വാസ് അഗെയിൻ ഹെവിലി റെയിനിങ്. നല്ല മഴ ഉണ്ടായിരുന്നു. ആൻഡ് വി ഓൾ വേർ സോ മച്ച് എക്സോസ്റ്റഡ്. അപ്പോൾ അത്രയ്ക്കുള്ള ഇത് വ്ളോഗ് ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.